നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ദുബായ് പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുക ഒന്ന് ബുർജ് ഖലീഫ ആയിരിക്കും, രണ്ടാമത് ടൊയോട്ട ലാൻഡ് ക്രൂസർ ആയിരിക്കും. അത്രയധികം മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നൊരു വാഹനമാണ് ടൊയോട്ട ലാൻഡ് ക്രൂസർ. തന്നെയുമല്ല, ദുബായ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ എല്ലാവരും വൈകുന്നേരം ഡെസേർട്ട് സഫാരിക്ക് പോകുന്നൊരു പതിവുണ്ട്. അതായത് മണൽ കൂനകളിലൂടെ വാഹനം ഓടിച്ച് രസിക്കുന്ന പരിപാടിയാണത്. അപ്പോഴും നിങ്ങൾ ടൊയോട്ട ലാൻഡ് ക്രൂസറിൽ കയറിയിട്ടുണ്ടാകും. ടൊയോട്ട എന്ന് പറയുന്ന ബ്രാൻഡിനെ മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മനസ്സിനോട് ഏറ്റവും അധികം അടുപ്പിച്ചത് ഈ ഒരു വാഹനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൊയോട്ട ലാൻഡ് ക്രൂസറിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ് LC300 എന്ന മോഡലാണ് ഇപ്പോൾ പുതുതായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഓഫ് റോഡ് സ്പെക്ക് ഏറ്റവും അധികമുള്ള ഒരു മോഡലാണിത്. ഇതിൻ്റെ പേര് GRS എന്നാണ്. ഇതിൻ്റെ ഈ ഒരു വേരിയൻ്റെ പേര് ടൊയോട്ട ലാൻഡ് ക്രൂസർ GRS എന്നാണ്. GRSൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ തന്നെ ടൊയോട്ട ലാൻഡ് ക്രൂസർ LC300 തന്നെ ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണെങ്കിൽ ഇത് അതിനുമൊക്കെ അപ്പുറത്തേക്കുള്ള ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഉള്ളൊരു വാഹനമാണ്. ഇപ്പോൾ എന്നോടൊപ്പമുള്ള ഈ ഒരു വാഹനം ഉമേഷ് മോഹൻ്റെതാണ്. ഉമേഷ് മോഹൻ കൈരളി ഫോർഡ്, അതുപോലെ തന്നെ കൈരളി ടൊയോട്ട, ഇൻഡൽ മണി, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ധനകാര്യ സ്ഥാപനങ്ങളൊന്നായ ഇൻഡൽ മണി, പിന്നെ സുസുക്കി, അതുപോലെ യമഹ, അങ്ങനെ പല വാഹനങ്ങളുടെയും ഡീലർഷിപ്പൊക്കെയുള്ള ഉമേഷ് മോഹൻ്റെതാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അനിയൻ അനീഷ് മോഹനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ എല്ലാവർക്കും ടൊയോട്ട ലാൻഡ് ക്രൂസറിൻ്റെ ഏറ്റവും പുതിയ GRS വേരിയൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലാൻഡ് ക്രൂസർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന മല കയറി പോകുന്ന അല്ലെങ്കിൽ മണലാരണ്യത്തിലൂടെ ഓടിപ്പോകുന്ന ഒരു വാഹനത്തിൻ്റെ ഇമേജ് ആയിരിക്കും. 1941 ജപ്പാൻകാരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വാഹനം നിർമ്മിക്കണം എന്നൊരു ആഗ്രഹം വന്നത്. ആ സമയത്ത് ഫിലിപ്പീൻസ് എന്ന രാജ്യം അമേരിക്ക കീഴടക്കി വെച്ചിരിക്കുന്ന ഒരു കാലമായിരുന്നു. അതിനായിട്ട് അവർ ചെയ്തത് ഫിലിപ്പീൻസിൽ നിന്നും ഒരു വില്ലീസിൻ്റെ ജീപ്പ് വാങ്ങിച്ച് നേരെ ജപ്പാനിൽ കൊണ്ടുപോയി അത് മൊത്തത്തിൽ അഴിച്ചു പറിച്ച് പണി പഠിച്ചു. അതായത് എങ്ങനെയാണ് ഓഫ് റോഡേഴ്സ് ഉണ്ടാക്കുന്നത് എന്ന് പഠിച്ചത് വില്ലീസിൽ നിന്നാണ്. അതിനുശേഷം ഉണ്ടാക്കിയെടുത്തൊരു മോഡലാണിത്. 1951 ആദ്യമായിട്ട് ലാൻഡ് ക്രൂസർ ജനിച്ചത്. ഇത്രയും വർഷം കൊണ്ട് ഏതാണ്ട് 1 കോടി യൂണിറ്റുകൾ ലാൻഡ് ക്രൂസറിൻ്റെതായിട്ട് വിറ്റഴിഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല, 1990 ഇതിൻ്റെ ഒരു ബേബി വേർഷൻ, അതാണ് പ്രാഡോ എന്നറിയപ്പെടുന്നത്. ലാൻഡ് ക്രൂസർ പ്രാഡോ എന്ന മോഡലും വന്നു. രണ്ടും ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും, അതായത് 75 വർഷത്തോളം കഴിഞ്ഞിട്ടും ലോകത്തിലെ ഏറ്റവും മികച്ച വാഹനങ്ങളായിട്ട് നിലകൊള്ളുന്നു എന്ന് മാത്രമല്ല എല്ലാവരുടെയും ഒരു സ്വപ്ന വാഹനമായിട്ടും നിലകൊള്ളുന്നുണ്ട്. ലാൻഡ് ക്രൂസറിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനത്തിൻ്റെ വിലയാണ്. വില എന്ന് പറയുന്നത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ എല്ലാവരും ഇരുന്ന് കേട്ടോ. കാരണം ഇതിന് 2,15,00,000 രൂപ ഇതിൻ്റെ LC300 എന്ന വേരിയൻ്റ് വിലയുണ്ടെങ്കിൽ GRSൻ്റെ വില 2,24,00,000 രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പല വാഹനങ്ങളും വാങ്ങിക്കാം. ബെൻസിൻ്റെ മേബാക്ക് GLS വരെ വാങ്ങിക്കാവുന്നൊരവസ്ഥയുണ്ട്. തന്നെ അതെല്ലാം ആഡംബര ഭരിതം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ഇതിൽ അത്രയൊന്നും ആഡംബരങ്ങളില്ല. കമ്പയർ ടു ഈ പറഞ്ഞ GLS പോലുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയധികം ആഡംബരങ്ങളൊന്നുമില്ല. എന്നിട്ടും ഈ വില കൊടുത്ത് ഇപ്പോൾ ഉമേഷ് മോഹനെ പോലുള്ള ഇത് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒരു കേപ്പബിലിറ്റി തന്നെയാണ്. അതായത് എവിടെയും കയറ്റിക്കൊണ്ട് പോകാം, ഒന്നും നോക്കാനില്ല. ഭൂമിയിൽ എവിടെയും എവറസ്റ്റ് ഒന്നും പറ്റില്ല കേട്ടോ, എങ്കിൽ പോലും അല്ലാത്ത ഏത് സ്ഥലത്തും കയറ്റിക്കൊണ്ട് പോകാൻ എന്നുള്ളതിൻ്റെ പ്രത്യേകത. തന്നെയല്ല, അത്യാവശ്യം വേണ്ട ആഡംബരങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. എങ്കിൽ പോലും അത്തരത്തിലുള്ള വളരെ അൾട്രാ ലക്ഷറീസ് ഉള്ള വാഹനമൊന്നും അല്ല ഇത്. ഒരിക്കലും ടൊയോട്ട ലാൻഡ് ക്രൂസറിൽ നിന്നും ആരും അത് പ്രതീക്ഷിക്കുന്നുമില്ല. ഇതിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മതി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ ഓഫോർഡബിലിറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റിയും ഒക്കെയാണ്. തീർച്ചയായും ഓടിക്കുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും. ഇത്രയും വലിയൊരു വാഹനത്തെ എത്ര നിസ്സാരമായിട്ടാണ് ഈ എഞ്ചിൻ വലിച്ചുകൊണ്ട് പോകുന്നത്, എത്ര റിഫൈൻഡാണ് എഞ്ചിൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിത് ഓടിക്കുമ്പോൾ മനസ്സിലാവും. എങ്കിലും ആദ്യകാലത്തെ ലാൻഡ് ക്രൂസറൊക്കെ ഓടിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾക്ക് ആദ്യകാലത്തൊക്കെ ദുബായിലൊക്കെ പോകുമ്പോൾ ഇത് ഓടിക്കുമ്പോൾ ഒരു ഹുങ്കാര ശബ്ദമുണ്ട്. അതായത് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുമ്പോൾ വളരെ ശാന്തനായിരിക്കും. അതിനുശേഷം ഒന്ന് കാല് കൊടുക്കുമ്പോൾ ഓ എന്നൊരു ശബ്ദത്തോടെയാണ് ഓടിപ്പോകുന്നത്. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പം വളരെ നിശബ്ദമായ ഡീസൽ എഞ്ചിനൊക്കെയാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പെട്രോൾ ഹൈബ്രിഡ് വേർഷൻ വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഫ്യൂൽ എഫിഷ്യൻറ്റും കുറച്ചുകൂടി ഓടിക്കാൻ രസമുള്ളതായിരിക്കും. അത് ഓസ്ട്രേലിയയിലാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഹ്യൂജ് വാഹനം, അതാണ് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് നമസ്കരിച്ച് പോകുന്ന അത്രയും ഗാംഭീര്യമുള്ളൊരു വാഹനം. ഇതിൻ്റെ മറ്റ് കാഴ്ചകളിലേക്ക് പ്രവേശിക്കാം. ആദ്യമായിട്ട് എക്സ്റ്റീരിയർ. ഇപ്പോൾ ഏറ്റവും പുതിയ LC300 വന്നപ്പോൾ എനിക്ക് തോന്നുന്നു GRS ആണ് ഏറ്റവും അധികം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത. കാരണം LC300 എൻ്റെ നോർമൽ വാഹനത്തിൽ ഗ്രില്ല് ഇങ്ങനെയല്ല. ഗ്രില്ലെന്ന് പറയുന്നത് കുറച്ച് പരമ്പരാഗത ഗ്രില്ല് തന്നെയാണ്. പക്ഷേ ഇത് സൂപ്പറായിട്ടുണ്ട്, നല്ല ഗംഭീരമായിട്ടുണ്ട്. ആ ഒരു ലാൻഡ് ക്രൂസറിൻ്റെ ഗാംഭീര്യം അല്പം കുറയുന്നുണ്ട് ഈ ഒരു ഗ്രില്ലിൽ എന്നുള്ള സത്യമാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി മോഡേൺ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുൻഭാഗത്ത് അങ്ങനെ നെടു നീളത്തിൽ ആ ഗ്രില്ലാണ്, ബ്ലാക്ക് ഫിനിഷിൽ, പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. അതിൻ്റെ നടുക്ക് ടൊയോട്ട എന്നുള്ള വലിയ ബാഡ്ജിങ് ആണ് കൊടുത്തിരിക്കുന്നത്, ലെറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. GR എന്നുള്ള ബാഡ്ജിങ് ആണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗത്തൊക്കെ സ്റ്റീൽ ഫിനിഷ് പോലുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ വാഹനത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ലോക്കിൻ്റെ കാര്യത്തിലാണ്. നോർമൽ ലാൻഡ് ക്രൂസറിൽ മുന്നിലും പിന്നിലുമാണ് ഡിഫറൻഷ്യൽ ലോക്ക് ഉള്ളതെങ്കിൽ ഇതിലൊരു ലിമിറ്റഡ് ഡിഫറൻഷ്യൽ ലോക്ക്
മറ്റൊരെണ്ണം പിൻഭാഗത്തുണ്ട്. അപ്പം കൂടുതൽ ഓഫ് റോഡ് എബിലിറ്റീസ് ഈ വാഹനത്തിനുണ്ടെന്നുള്ളതാണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഓടിക്കുമ്പോൾ പറയാം. പക്ഷേ അതാണ് GRS എന്നുള്ള ഈ ഒരു വേരിയൻറ്റിൻ്റെ അധികമായിട്ട് വരുന്ന കേപ്പബിലിറ്റി എന്നാണ് പറയേണ്ടത്. പിന്നെ മുൻഭാഗത്ത് കാണുമ്പോഴുള്ള ഈ ഗ്രില്ലിൻ്റെ ഡിഫറൻസാണ് പിന്നെ നമുക്ക് എടുത്തു പറയാവുന്ന കാര്യം. ഇതിനെല്ലാം കൂടിയാണ് ഏകദേശം 9 ലക്ഷം രൂപ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത് GRS വാങ്ങിക്കുമ്പോൾ LC 300-നേക്കാളും. എന്തായാലും ഈ വാഹനത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ കുറച്ച് നാരോയാണ് ഹെഡ് ലാമ്പ് എന്ന് കാണാം. 3 എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അഡാപ്റ്റീവ് ഹെഡ് ലാമ്പാണ്, LED ഹെഡ് ലാമ്പാണ്. മുൻഭാഗത്ത് ഒരു ഓപ്പോസിറ്റ് വാഹനമൊക്കെ വരികയാണെങ്കിൽ സ്വയം ഡിമ്മൊക്കെ ആകുന്ന അഡാപ്റ്റീവ് ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡേറ്റ റണ്ണിംഗ് ലാമ്പെന്നൊന്നും പറയുന്നത് ലാൻഡ് ക്രൂസറിൻ്റെ കാര്യത്തിൽ പൊതുവായിട്ട് വളരെ താല്പര്യമുള്ള കാര്യമല്ലെങ്കിൽ ഇപ്പോഴത്തെ ആധുനിക കാലത്ത് ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊടുത്തിരിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഈ ഭാഗത്തൊക്കെയാണെങ്കിൽ ഒരു എയർ കർട്ടനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഗ്രില്ലിനോട് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു അലുമിനിയം ഫിനിഷുള്ള ഭാഗം ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഒരു രൂപം തരുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും താഴെയായിട്ട് LED ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹെഡ്ലൈറ്റ് വാഷർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ കാണുന്നത്. എന്തായാലും മുൻഭാഗം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ഗ്രില്ല് കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. വാഹനത്തിൻ്റെ ഹൈറ്റ് കണ്ടു, 1950 മില്ലിമീറ്റർ ഹൈറ്റുണ്ട്, 5 മീറ്റർ നീളമുണ്ട്. അതുപോലെ തന്നെ 2850 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും നമ്മൾ ആകർഷിക്കുന്ന ഇതിൻ്റെ ഒരു വലിപ്പവും ഉയരവും ഒക്കെ തന്നെയായിരിക്കും. അങ്ങനെ വലിയ ഗംഭീരമായ ടയേഴ്സ്, ആ ടയേഴ്സിൻ്റെ ഗാംഭീര്യം എന്ന് പറയുന്നത് തന്നെ ഈ വാഹനത്തിൻ്റെ വലുപ്പത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. 8 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള അലോയ് വീൽ കൊടുത്തിരിക്കുന്നു. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ വീണ്ടും GR എന്നുള്ള ബാഡ്ജിങ് നമുക്ക് കാണാം. അതുപോലെ സൈഡിലൊക്കെ ബ്ലാക്ക് ഫിനിഷുള്ള സൈഡ് വ്യൂ മിറേഴ്സ്, അതിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇത്രയധികം ഹൈറ്റുള്ള വാഹനമാണ്, തീർച്ചയായിട്ടും ഫുഡ് സ്റ്റെപ്പ് വേണം. അതും ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിലും ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. കണ്ടോ, 1950 മില്ലിമീറ്റർ ഹൈറ്റ്, അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേൽഭാഗത്തൊരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ വിശാലമായ ഗ്ലാസ് ഏരിയയാണ്. ഇപ്പോൾ ഇതൊക്കെ കമ്പനി തന്നെ കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് കേട്ടോ. അതായത് ഈ ഒരു ഫിലിം ഒട്ടിച്ചതല്ല, ഇത് കമ്പനി OE ആയിട്ട് വരുന്ന അതേ ഫിനിഷ് തന്നെയാണ് ഗ്ലാസ്സിന് നിങ്ങൾ കാണുന്നത്. പിൻഭാഗത്തും ഇതൊരു 3 നിര സീറ്റുള്ള വാഹനമായതുകൊണ്ട് വിശാലമായ കോർണർ ഒരു ഗ്ലാസ് ഏരിയ നിങ്ങൾക്ക് കാണാം. പിൻഭാഗത്തേക്ക് വരുമ്പോഴാണ് ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്ന ഒരു പിൻഭാഗം എന്നാണ് പറയുന്നത്. നിങ്ങൾ പണ്ട് കണ്ടിരിക്കുന്ന ലാൻഡ് ക്രൂസറിൻ്റെ ഏതാണ്ട് അതേ രൂപം തന്നെയെന്നാണ് പറയേണ്ടത്. അല്ലാതെ ഒരു മാറ്റവും വരാറില്ല. ഒരു പെട്ടി രൂപം, ബോക്സ് രൂപം, ബസ് പോലെ അങ്ങനെ നിൽക്കുകയാണ്. എന്നാലും മേൽഭാഗത്ത് ഒരു ഇൻഡിക്കേറ്റഡ് സ്പോയിലറും അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനെയും ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡീഫോഗറുണ്ട്. അതുപോലെ തന്നെ ഒരു സിംഗിൾ വൈപ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നും വേറെ ഭംഗിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. എന്തായാലും ഭംഗിയുള്ള ഒരു ടെയിൽ ലാമ്പാണെന്നുള്ളൊരു സംശയമില്ല. അതിലെ എലമെൻസും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഏറ്റവും താഴെയായിട്ട് മുൻഭാഗത്ത് കണ്ട പോലെ തന്നെ ഒരു സ്റ്റീൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ബൂട്ട് സ്പേസ് നോക്കാം. ഇലക്ട്രിക്കലി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ 3 നിര സീറ്റും ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് കാണാം. പക്ഷേ 3ാം നിര സീറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് ഇല്ല, ഈ ഒരു സ്പേസ് ഇല്ല എന്നുള്ള കാര്യം സംശയമില്ല. ഇതിപ്പോൾ ഇതിൻ്റെ 100 വാട്ടിൻ്റെ ചാർജറൊക്കെയാണ് കാണുന്നത് കേട്ടോ. AC 220 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. 100 വാട്ട്, അതൊരു ഗംഭീര സംഭവം തന്നെ. പിന്നെ സ്പെയർ ടയർ കൊടുത്തിരിക്കുന്നത് ഇവിടെയല്ല, സാധാരണ വലിയ SUV-കളെല്ലാം കൊടുക്കുന്ന ഇവിടെയായിട്ടാണ് സ്പെയർ ടയർ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഒരു തിരിച്ച് അങ്ങനെ താഴോട്ട് ഇറക്കാൻ സാധിക്കും. എന്തായാലും ഉൾഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണാം, ഒരു ബസ്സിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കുന്ന അതേപോലെ ഒരു ഇഷ്ടം പോലെ സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം വാഹനങ്ങളിൽ ഈ പറഞ്ഞല്ലോ 3ാം നിര സീറ്റ് അത്രയധികമൊന്നും ഉപയോഗയുക്തമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ നിലനിർത്തുകയും ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ കയറ്റുകയും തന്നെയാണ് വേണ്ടത്. അതുതന്നെയാണ് ഇതിൻ്റെ ഉടമയും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കത് ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാം. ഇതുകൂടാതെ ഇതിന് ഗസ്റ്റർ കൺട്രോളുമുണ്ട്. അതായത് കാല് താഴെ വെച്ച് കുറച്ച് നേരം ആട്ടിയാൽ, അങ്ങനെ പൊതുവേ ആട്ടുമ്പോൾ തുറക്കാറില്ല, അതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. എന്തായാലും ആ ഒരു ഗസ്റ്റർ കൺട്രോളും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ MH രജിസ്ട്രേഷനാണ്. ഇദ്ദേഹത്തിന് ഇന്റൽ മണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നാണ്. എല്ലായിടത്തും ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ പബ്ലിക് ഇഷ്യൂവിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇന്റൽ മണി. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അത് MH ബോംബെയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, മഹാരാഷ്ട്രയിൽ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ പറഞ്ഞു തീരാത്ത വിശേഷങ്ങളുണ്ട് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ. അതെല്ലാം പക്ഷേ ഓഫ് റോഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാഴ്ചയിലും പക്ഷേ ആദ്യകാലത്തുള്ള ലാൻഡ് ക്രൂസർ ആ വലിപ്പം കൊണ്ടാണ് നമ്മളെ അമ്പരപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മുൻഭാഗത്തിൻ്റെ ഒരു ഭംഗി കൊണ്ടും ഈ GRS എന്ന് പറയുന്ന എഡിഷൻ നമ്മൾ അമ്പരപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ഭംഗിയായിട്ടുണ്ട് എക്സ്റ്റീരിയറിൻ്റെ സ്റ്റൈലിങ്ങും. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പ്രവേശിക്കാം.
ഞാൻ ഈ എക്സ്റ്റീരിയറിനെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങൾ പഴയ ടൊയോട്ട ലാൻഡ് ക്രൂസറിൽ കയറിയിട്ടുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഡാഷ്ബോർഡും ഒട്ടും എക്സൈറ്റിംഗ് അല്ലാത്ത ഇൻറ്റീരിയറും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ എന്താ പറയുക യൂറോപ്യൻ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ. പക്ഷേ എങ്കിലും നമ്മളെ അങ്ങ് എന്താ പറയുക അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഇൻറ്റീരിയറാണെന്നാണ് പറയുന്നത്. ഭയങ്കര രസമാണ് ഇൻറ്റീരിയറിൻ്റെ ഒരു ഫിനിഷായാലും ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ രീതികളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ നമ്മളിപ്പം യൂറോപ്യൻ വാഹനങ്ങളുടെ കാര്യത്തിൽ കുറച്ചൊക്കെ ഒന്ന് മടുത്തിട്ടുണ്ട്. നമ്മൾ ബെൻസായാലും ഓഡിയൊക്കെ ആയാലും ഏകദേശം ഒരേപോലത്തെ ഇൻറ്റീരിയറൊക്കെ ഉണ്ട് മടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിലൊരു പ്രധാന പ്രശ്നം അതാണല്ലോ. എല്ലാ വാഹനങ്ങളുടെ ഇൻറ്റീരിയറിൻ്റെ ബേസിക് ലെവലൊക്കെ ഒരുപോലെ ആയിരിക്കും. ജാപ്പനീസ് വാഹനങ്ങൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അവരോരോ വാഹനത്തിനും ഓരോ രൂപവും ഓരോ ഇൻറ്റീരിയർ കൊടുക്കും. ഇപ്പോൾ നമ്മളതാണ് കാണുന്നത്. എന്തായാലും തകർപ്പൻ ഇൻറ്റീരിയർ എന്ന് മാത്രമല്ല ലെതറിൻ്റെ ഒരു ലോകം കൂടിയാണിത്. ഇപ്പോൾ നമ്മൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന GRS എന്ന് പറയുന്ന വേരിയൻറ്റിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, കളർ ഓപ്ഷൻസ് ഉണ്ട്. അതിലേറ്റവും ബെസ്റ്റ് കളർ ഓപ്ഷനാണ് ഉമേഷ് സാർ സെലക്ട് ചെയ്യുന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ഈ ഒരു റെഡും അതുപോലെ ഈ ബ്ലാക്കും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതുകൂടാതെ നിങ്ങൾ LC300 എന്ന് പറഞ്ഞാൽ നോർമൽ വാഹനമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ബീജ് സെലക്ഷനൊക്കെ ഉണ്ട്, ബ്ലാക്കും ബീജും അങ്ങനെ പല സെലക്ഷൻ ഉണ്ട്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല രസകരമായിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ലെതറാണ് ഇവിടെ എല്ലാം വളരെ സോഫ്റ്റ് പ്രതലങ്ങളാണ് എന്നാണ് പറയേണ്ടത്. കട്ട മലയാളത്തിൽ പറഞ്ഞാൽ ഇവിടെയൊക്കെ ലെതറിൻ്റെ ആ ഒരു ഭംഗി സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള രീതിയിലാണ് AC വെൻറ്റുകളൊക്കെ അതിൽ അങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ പില്ലറിൻ്റെ അകത്തേക്ക് ക്യാമറ പോകുകയാണെങ്കിൽ ഒരു JBLൻ്റെ സ്പീക്കറിൻ്റെ ട്വീറ്ററും കാണാം. അതും ഭംഗിയായിട്ട് അവിടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചേർത്തിരിക്കുന്നുണ്ട്. പിന്നെ വളരെ ഹൈറ്റുള്ള വാഹനമായതുകൊണ്ട് മുന്നിൽ 2 ഭാഗത്തും ഇതുപോലെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിടിച്ച് കയറാൻ വളരെ എളുപ്പമാണ്. ഒരു സിംഗിൾ പെൻ സൺറൂഫേ കൊടുത്തിട്ടുള്ളൂ. അത് തന്നെ വലിയ കാര്യം. ലാൻഡ് ക്രൂസറിൻ്റെ കാര്യത്തിൽ എന്നാണ് പറയേണ്ടത്. അല്ലാതെ പിന്നിലേക്കൊന്നും സൺറൂഫ് അത്തരം കാര്യങ്ങളൊന്നുമില്ല. ഈ കാണുന്ന കൺസോൾ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ വലിപ്പത്തിന് ചേർന്നിട്ട് ഒരു കാട്ട സാധനം എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന രീതിയിൽ നല്ല രസമായിട്ടുണ്ട്. അതിൽ ഈ ഒരു 12.3 ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീനാണ് അതിൻ്റെ പ്രധാന താരം എന്ന് വിളിക്കാവുന്നത്. അതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ കാര്യങ്ങൾ, കൂടാതെ കണ്ടോ ഓഫ് റോഡ് ഇൻഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ ഇതിലാണല്ലോ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കിയ കാർണിവലൊന്നും കാണുന്ന പോലത്തെ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കരുത്. അത്രയൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും മോശമല്ലാത്ത ടെക്കൊക്കെ ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. റിവേഴ്സ് ക്യാമറ ഉണ്ട്, അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ആ 2 കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. എന്തായാലും ഇതാണിപ്പം 360 ഡിഗ്രി സറൗണ്ട് ക്യാമറ നിങ്ങൾ കാണുന്നത്. അതൊക്കെ രസമായിട്ടുണ്ട്. പിന്നെ AC വെൻറ്റുകൾ ഇവിടെ ഇങ്ങനെ ഭംഗിയായിട്ട് ഉൾച്ചേർത്തിരിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്ക്രീൻ, അതും വളരെ ഭംഗിയായിട്ടുണ്ട്. എന്നും അതിൽ കുറേ സാധനങ്ങൾ ഇതിൽ കാണാം. സിങ്ക്, ഇക്കോ, ഹീറ്റ് കൂള്, AC, അങ്ങനെ പല കാര്യങ്ങളും. ഇതിൽ ഈ മുന്നിലെയും പിന്നിലെയും 2ാം നിരയിലെയും മുൻനിരയിലെയും സീറ്റുകൾ ഹീറ്റഡ് അല്ലെങ്കിൽ വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്വിച്ചുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. കൂടാതെ ഇക്കോ, ഹീറ്റ് കൂൾ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ഫ്യൂൽ എഫിഷ്യൻ്റ് ആക്കുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഭംഗിയുള്ളൊരു കൺസോൾ അവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് മൊബൈൽ ഫോൺ വയ്ക്കാവുന്നൊരു സ്ഥലമുണ്ട്. കൂടാതെ ഇവിടെയാണ് നമ്മൾ ഈ കണ്ട 360 ഡിഗ്രി ക്യാമറയുടെ വ്യൂ ഒക്കെ അവിടെ കാണാം. ഇവിടെ വയർലെസ് ഫോൺ ചാർജറിൻ്റെ പാഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും ഭംഗിയായിട്ട് അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഓഫ് റോഡ് എബിലിറ്റീസാണ് നമ്മൾ കാണുന്നത്. L4, S4 എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫ് റോഡിൻ്റെ ആ സ്വിച്ചുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഡിഫറൻഷ്യൽ ലോക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. കൂടാതെ ഇവിടെ വരുമ്പോൾ ഡ്രൈവ് മോഡാണ്. ഈ ഡ്രൈവ് മോഡ് നമ്മൾ ഈ മോഡ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ കാണാം എന്തൊക്കെയാണെന്നുള്ളത്. പ്രധാനമായിട്ടും കസ്റ്റം, സ്പോർട്ട് പ്ലസ്, സ്പോർട്ട് എസ്, സ്പോർട്ട് S പ്ലസ്, നോർമൽ, കംഫർട്ട്, ഇക്കോ തുടങ്ങിയ ഡ്രൈവ് മോഡുകളാണ് നമുക്കിതിൽ സെലക്ട് ചെയ്യാവുന്നത്. ഇവിടെ വരുമ്പോൾ MTS എന്ന് പറയുന്ന ട്രാക്ഷൻ മോഡുകളാണ്. ഡീപ്പ് സ്നോ, മഡ്, സാൻഡ്, ഡേർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഇത് കൗൾ ഫംഗ്ഷനാണ്. അതായത് നമ്മൾ വളരെ സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ കൗൾ ഫംഗ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആക്സിലേറ്ററും കൊടുക്കേണ്ട, ബ്രേക്കും കൊടുക്കേണ്ട, അതങ്ങനെ പിടിച്ച് അങ്ങ് ഇറങ്ങി പോകുന്ന കൗൾ ഫംഗ്ഷനാണിത്. കൂടാതെ ഇത് GRS എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ മുന്നിലും പിന്നിലും ഡിഫറൻഷ്യൽ ലോക്ക്, കൂടാതെ ഒരു ലിമിറ്റഡ് ഡിഫറൻഷ്യൽ ലോക്ക് പിന്നിൽ വേറെയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അത് GRSൽ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്വിച്ചാണ്. അതാണ് ഇവിടെ ഈ കാണുന്നത്. അത് നോർമൽ LCയിൽ ഈ ഒരു സ്വിച്ച് ഉണ്ടാവുകയില്ല. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വലിയ കപ്പ് ഹോൾഡേഴ്സാണ്. അറബികളൊക്കെ ഇഷ്ടംപോലെ കാപ്പ് കുടിക്കുന്നതായതുകൊണ്ടാണത്. കൂടാതെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം, അത് നമുക്ക് ഇവിടെ നിന്നും ഉയർത്താമെന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ വളരെ ഡീപ്പായിട്ടുള്ള പോക്കറ്റ്, വളരെ ഡീപ്പായിട്ടുള്ള പോക്കറ്റ്. ഇത് കൂൾ ബോക്സാണ്. നമുക്കിത് ചിൽഡായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അത് വളരെ ഗംഭീരമായൊരു കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ പറയേണ്ട സീറ്റിൻ്റെ ഒരു കുഷനിങ് അപ്പോൾസ്റ്ററി അടിപൊളിയാണ്. ഞാൻ പിന്നെ പറഞ്ഞില്ല, വെൻറ്റിലേറ്റർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. 8 വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നടുവ് താങ്ങിയുമുണ്ട്. ഇലക്ട്രിക്കലി നമുക്ക് നടുവ് താങ്ങാവുന്ന സ്വിച്ചും അതും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടുവ് വളരെ ചേർന്ന് സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങേയറ്റം ബസ്സിൻ്റെ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സുഖമായിട്ടിരിക്കാം. സീറ്റിന് മെമ്മറി ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ചൊക്കെ ഈ സൈഡിലാണ് കാണുന്നത്. പിന്നെ സ്പേസ് പറയേണ്ട കാര്യമില്ലല്ലോ. ഏതാണ്ട് 2700 മില്ലിമീറ്ററോളം വീൽ ബേസ് ഉള്ളതുകൊണ്ടാണ് ഇഷ്ടം പോലെ സ്പേസാണ് ഉൾഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഹൈറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു പിശുക്കും കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ
നല്ല ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീലാണ്, ലെതററ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു വുഡ് ഫിനിഷ് ആക്കി കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വോളിയം കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്. അത് ജി ആർ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഭംഗിയായിട്ടുണ്ട്. പണ്ടൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള മീറ്റർ കൺസോൾ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഡിജിറ്റലായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ പല കാര്യം ഇപ്പോൾ നമ്മളൊരു കൗൾ ഫംഗ്ഷൻ ഓൺ ചെയ്തുകൊണ്ടാണ് അങ്ങനെ അത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഓഫ് റോഡിൻ്റെ പല കാര്യങ്ങളും നമുക്ക് അതിൽ കാണാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് കഴിയുമ്പോൾ ഉണ്ടോ അതിലൊക്കെ ഓരോന്നൊക്കെ ടേൺ അസസ് ഫംഗ്ഷൻ അൺഅവൈലബിൾ, ആക്ടിവേറ്റ് കൗൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും എഴുതി കാണിക്കുന്നു. ഓഫ് റോഡ് ഇൻഫർമേഷൻ മുഴുവൻ നമുക്ക് ഇതിൻ്റെ നടുവിലുള്ള ഈ ഒരു സ്ക്രീനിലാണ് കാണാൻ സാധിക്കുന്നത്. അത് ഈ ഒരു അവസരത്തിൽ നമുക്കൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതുപോലെ തന്നെ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഈ ഒരു സീറ്റിൻ്റെ മെമ്മറി ഫംഗ്ഷൻ അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. എന്തായാലും ഹൈറ്റും അതുപോലെ തന്നെ വിസിബിലിറ്റിയും അപാരമാണ്. നമുക്കൊരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ തരാൻ പറ്റാത്ത അത്രയും ഉയരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഡോർ പാഡാണെങ്കിലും ഒരു കനത്ത സംഭവമാണ് കേട്ടോ. അതിലേക്കുള്ള ആ ഒരു പാഡിങ് ഒക്കെ എന്നൊക്കെ പറയാനുണ്ടല്ലോ, ഒരു സംഭവം തന്നെയാണ്. അതുപോലെ 1-2 ബോട്ടിലൊക്കെ വയ്ക്കാം. പിന്നെ നല്ലൊരു ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. JBLൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ വലിയ സ്പീക്കർ കൊടുത്തിരിക്കുന്നു. കൂടാതെ വളരെ വിശാലമായ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഗംഭീരമായ കാഴ്ചകൾ അല്ലെങ്കിൽ ആ ഒരു റൂമിന് ഉൾഭാഗത്ത് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലസൻറ്റ് ഇൻറ്റീരിയർ തീർച്ചയായിട്ടും ഈ ഗ്ലാസ് ഏരിയ തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഓരോ മഹാഭാരതത്തിൻ്റെ കാര്യം പറയാം, ഉള്ളിലേക്ക് പോകുന്നതോറാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുക എന്ന് പറഞ്ഞ പോലെ ഈ ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഈ ഒരു വഴിയിലിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം മഹീന്ദ്ര താർ ഓടിച്ചതുപോലെയുള്ള മഹീന്ദ്രയുടെ ഓഫ് റോഡ് ട്രാക്ക് പോലെ സ്ഥലത്ത് കിട്ടിയാൽ നമുക്കിത് പൂർണ്ണമായിട്ട് പരീക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ച വാഹനം രാവിലെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ ഇതുകൊണ്ട് മല കയറാൻ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും വളരെ വ്യത്യസ്തമായ ഇൻറ്റീരിയർ എന്നാണ് പറയേണ്ടത്. നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഗംഭീരമായ ഇൻറ്റീരിയറാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. നമുക്ക് പിന്നിലെ സീറ്റിൽ നോക്കാം. ഈ സെക്കൻഡ് റോ സീറ്റിൻ്റെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ ടൊയോട്ട ലോകത്തെ ഞെട്ടിച്ച വെൽഫെയർ വന്നപ്പോഴാണ്. വെൽഫെയറിൻ്റെ കാര്യത്തിൽ ഗംഭീരമായ സെക്കൻഡ് റോ കംഫർട്ടാണ്. പക്ഷേ വില വളരെ കൂടുതലാണ് വെൽഫെയറിൻ്റെ കാര്യത്തിൽ. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ല കേട്ടോ. എങ്കിൽ പോലും അത്തരം കാര്യങ്ങളിലൊക്കെ ടൊയോട്ടയ്ക്ക് അറിയാം എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമായിട്ട് നമുക്കിപ്പം ഈ ഒരു ലാൻഡ് ക്രൂസറിനെ കാണിക്കാം. ലാൻഡ് ക്രൂസറിൻ്റെ കാര്യത്തിൽ ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത് പലപ്പോഴും ഫാമിലി തന്നെയായിരിക്കും. കാരണം ഇത് ഓടിക്കാനുള്ളൊരു രസം കാരണം നമ്മൾ തന്നെ അത് ഓടിക്കാനാണ് സാധ്യത. എന്തായാലും കുറച്ചൊക്കെ ഇങ്ങനെ സീറ്റ് നമുക്കൊന്ന് സ്ലാൻഡ് ചെയ്യാം. പിന്നെ പിൻഭാഗത്തേക്ക് ഇരിക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് 2 സ്ക്രീനുകൾ കാണാം. മുൻഭാഗത്ത് നമ്മൾ സ്ക്രീനിൽ കണ്ടിരിക്കുന്ന എൻ്റർടൈൻമെൻറ്റിൻ്റെ പല കാര്യങ്ങളും നമുക്കിതിലും ആക്സസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇതിൽ HDMI പോർട്ടൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ നമുക്കിതിൽ ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരം പല കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പിൻഭാഗത്തിരിക്കുന്നവർക്ക് വളരെ ഗംഭീരമായ എൻ്റർടൈൻമെൻറ്റൊക്കെ ആസ്വദിച്ച് പോകാം. പിന്നിലേക്ക് വളരെ വിശാലമായ AC വെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ACയുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം നമുക്ക് പിൻഭാഗത്തിരുന്നുകൊണ്ട് ആക്സസ് ചെയ്യാം. ഇവിടെ ചാർജിങ് സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം പോലെയാണ് കേട്ടോ. ഒരു ഹിറ്റം പറയുന്നത് ഇഷ്ടം പോലെ. ഇനി ബാക്കിൽ 10 പേരിരുന്നാൽ പോലും എല്ലാ സാധനങ്ങളും കണക്ട് ചെയ്യാവുന്ന അത്രയും പോർട്ടുകളൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സ്പേസ് ഇത് ഞാൻ ഒത്തിരി പിന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നാലും മോശമല്ലാത്ത സ്പേസ് ഉണ്ട്. തന്നെയല്ല സെൻട്രൽ ടണൽ ഉണ്ടെങ്കിൽ പോലും അതും കുറച്ച് പരന്നൊക്കെ ഇരിക്കുന്നുണ്ട്. നടുവിൽ ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കാനും സാധിക്കും. പിന്നെ ഈ സീറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇതും വെൻറ്റിലേറ്റഡ് സീറ്റാണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ നടുവിൽ ആളില്ലെങ്കിൽ വിശാലമായ കപ്പ് ഹോൾഡറും വളരെ വലിയ ഒരു ആം റെസ്റ്റും കൊടുത്തിരിക്കുന്നു. പിന്നെ പിൻഭാഗത്തേക്കും JBLൻ്റെ സ്പീക്കറൊക്കെയാണ് നമ്മളവിടെ അവിടെ ട്യൂട്ടറൊക്കെ കാണുന്നുണ്ട്. കൂടാതെ കപ്പ് ഹോൾഡറും പിന്നിലും കൊടുത്തിരിക്കുന്നു. പിന്നെ മുൻഭാഗത്തെ പറ്റി പറഞ്ഞ പോലെ തന്നെ വളരെ വിശാലമായ ഗ്ലാസ് ഏരിയ, അതുകൊണ്ട് കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് സുഖമായിട്ട് അറബികളൊക്കെ പോകുന്ന പോലെ നമുക്ക് പോകാൻ സാധിക്കും. എന്തായാലും സ്പേസിൻ്റെ കാര്യത്തിൽ പിൻഭാഗം ഗംഭീരമാണ്. പിൻഭാഗത്ത് ഏറ്റവും പിന്നിലെ 3ാം നിര സീറ്റ് വരുമ്പോൾ ഹൈറ്റ് സ്വാഭാവികമായും ഫ്ലോറിൻ്റെ ഹൈറ്റ് കൂടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് അത്ര സുഖകരമായ ഇരിപ്പല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു 5 സീറ്ററായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കൂടുതൽ സാധനങ്ങൾ കയറ്റാൻ സാധിക്കും. എന്തായാലും ഹെഡ് റൂം പോലുള്ള കാര്യങ്ങളുടെ കാര്യത്തിലും ഇതൊരു ഗംഭീര സംഭവം തന്നെയാണ്. അപ്പം മുൻഭാഗത്തും പിൻഭാഗത്തും സീറ്റിൻ്റെ കംഫർട്ട് അടിപൊളിയാണ്. പിന്നെ ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ ഇത്രയും വലിപ്പമുള്ള SUV, ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള SUV എന്ന് പറയുമ്പോൾ പിൻഭാഗത്ത് ബോഡി റോള് എവിഡൻ്റാണ്. ഒരു സംശയമില്ല അത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അത് പിൻഭാഗത്തിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മുടെ സാധാരണ റോഡുകളിലൊന്നും ഒരു അനക്കവും ഇല്ലാതെ പോകും. ഓഫ് റോഡിലേക്ക് വരുമ്പോൾ പിൻഭാഗത്തിരിക്കുന്നതിന് കുറച്ച് ബോഡി റോള് തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ അതൊന്നും ലാൻഡ് ക്രൂസർ വാങ്ങിക്കുന്നവരുടെ കാര്യത്തിൽ പ്രശ്നമല്ല. എത്ര ആടി ഉലഞ്ഞാലും ഈ കപ്പലിന് ഒരു ക്യാപ്റ്റനുണ്ട്.
നമ്മുടെ കോമറ്റ് ഓടിച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് ഈ വാഹനം ഓടിച്ചു തുടങ്ങിയത്. അതായത് ഇത് നമുക്ക് നേരെ ഡീലർഷിപ്പിൽ നിന്ന് കൊണ്ടുവന്ന് തരികയായിരുന്നു. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് വാഹനം ഓടിച്ചുകൊണ്ട് വന്ന് നിർത്തുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. സുഖം വെച്ചാൽ ശബ്ദം ഒന്നുമില്ല, പാവപ്പെട്ട വണ്ടി വന്നങ്ങ് നിൽക്കുന്നു, ശബ്ദം ഉണ്ടാക്കാതെ ഓടിപ്പോകുന്നു. ഇതിലേക്ക് വന്നപ്പോൾ ഇത്രയും ഹെവി ഡീസൽ എഞ്ചിനായിട്ട് പോലും എനിക്കൊരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഫീൽ ആകുന്നു. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒരു ശബ്ദവും കേൾക്കില്ല. കാരണം അത്രയും സൈലൻ്റ് ആയിട്ടുള്ള കിഡിലൻ റിഫൈൻഡ് ഡീസൽ എഞ്ചിനാണ്. അത് എഞ്ചിൻ്റെ ഗുണം മാത്രമല്ല, അതിൻ്റെ NVH ലെവലുകളെന്ന് പറയുന്നത് അമേസിംഗ് ആണ്. ഒരു ശബ്ദം അകത്തേക്ക് വരുന്നില്ല. ടയർ റോഡിൽ ഒരയുന്ന ശബ്ദമായാലും എഞ്ചിൻ്റെ ശബ്ദമായാലും ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഒന്ന് കാലങ്ങോട്ട് കൊടുക്കാൻ നിൽക്കട്ടെ, അങ്ങനെ അങ്ങോട്ട് കാല് കൊടുക്കുമ്പോൾ ആ ഒരു ഹൃദയഹാരിയായ എക്സോസ് കൊണ്ട് വരും. പക്ഷേ അതും അരോചകമായൊരു ശബ്ദമല്ല, നല്ല രസമുള്ള ശബ്ദമാണ്. ഇപ്പോൾ നമ്മൾ ഒരു ചാട്ടം ചാടുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്തരമുള്ള വാഹനങ്ങൾ, അത് ഈവൻ നമ്മുടെ ജിംനി പോലും ഓഫ് റോഡിലാണ് അതിന് സന്തോഷം തോന്നുന്നത്. അപ്പം നമുക്ക് ഓരോ അവസ്ഥകളിൽ സന്തോഷം തോന്നുമല്ലോ. ചിലർക്ക് ചായ കുടിക്കുമ്പോൾ സന്തോഷം തോന്നും, ചിലർക്ക് കള്ളു കുടിക്കുമ്പോൾ സന്തോഷം തോന്നും. എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന് കുഴി ചാടുമ്പോഴാണ് സന്തോഷം. അത് ജിംനിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുഴിപ്രിയരായ വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള ഓഫ് റോഡ് വാഹനങ്ങളെല്ലാം തന്നെ. എങ്കിൽ പോലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പുതിയ ലാൻഡ് ക്രൂയിസർ വന്നപ്പോൾ ഇതിൽ നഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. വാഹനത്തിൻ്റെ ഹൈറ്റ് ഉയർത്തുകയും താഴ്ത്തുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സാധ്യമല്ല. അത് ഈ ഒരു പുതിയ മോഡലിലില്ല. പക്ഷേ ഇതിൻ്റെ തന്നെ ലെക്സസിൻ്റെ ഒരു ജന്മമുണ്ടല്ലോ. എല്ലാ ലാൻഡ് ക്രൂയിസറിനും ലെക്സസിൻ്റെതായ ഒരു ജന്മമുണ്ട്. കുറച്ചുകൂടി 10-45 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് കൂടുതൽ ഫീച്ചേഴ്സും കൂടുതൽ ആഡംബരങ്ങളും കൊടുക്കുന്ന ലെക്സസിൻ്റെ ഇതിന് സമാനമായ മോഡലിൽ ആ ഒരു ഫീച്ചർ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറിയൊരു ആട്ടം, ഇങ്ങനൊരു ആട്ടം ഉണ്ടാവും. അത് ബോഡി റോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വാഹനങ്ങളുണ്ടാകും. കാരണം വളരെ സോഫ്റ്റ് സസ്പെൻഷൻ ആണെന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ലൈൻ കട്ട് ചെയ്യുമ്പോൾ തിരിച്ച് പിടിക്കുന്നുണ്ട് സ്റ്റിയറിങ്. അതായത് ലൈൻ ഡിപ്പാച്ചർ സിസ്റ്റം എന്ന് പറയുന്ന സാധനം കയ്യിലുണ്ട്. അഡാസിൻ്റെ മാരകമായ വേർഷനുകളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അത്യാവശ്യം വേണ്ട വേർഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട 10 എയർ ബാഗ് ഉണ്ട്. 10 എയർ ബാഗ് ഉള്ളതുകൊണ്ട് ഇത് എവിടെ തലകുത്തി പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ഇരുന്നോളും. കുറേ തലയണയ്ക്കകത്ത് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇരുന്നോളും. അത് അറിയാമല്ലോ, നമ്മളെപ്പോഴും ഈ മരുഭൂമിയിലൊക്കെ ഇത് ഓടിച്ചുകൊണ്ട് നടക്കുന്നു, പേടിച്ചു പോകുമല്ലോ. ഇതുമാരിങ്ങനെ ഈ മണൽക്കൂനെ കൂടെ ഇങ്ങനെ കയറ്റി ഇറക്കി പോകുമ്പോൾ ദൈവമേ പടച്ചോനെ കാത്തുളി എന്ന് പറഞ്ഞ് നമ്മളിരിക്കുമ്പോൾ ഈ 10 എയർ ബാഗാണ് നമ്മുടെ മനസ്സിലൊരു ആശ്വാസമായിട്ട് നിൽക്കുക. കൂടാതെ അത്തരത്തിലുള്ള അങ്ങനെയുള്ള ഓഫ് റോഡ് പോകുന്ന വാഹനങ്ങൾക്ക് അവരെപ്പോഴും റോൾ കേജ് കൂടി ഇടാറുണ്ട്. അപ്പോൾ നമ്മളകത്ത് കുറച്ചൊക്കെ ഒന്ന് സേഫ് ആയിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി കമാൻഡിങ് പൊസിഷൻ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ ശരിക്കും ടൈറ്റാനിക് കപ്പലിനൊക്കെ മുൻഭാഗത്ത് നിന്ന് പോകുന്നവരുണ്ടാവും, അതുപോലത്തെ ഒരു വ്യൂ ആണ് വരുന്നത്. അതുപോലെയുള്ള ഒരു ഹൈറ്റും ഈ വാഹനത്തിനുണ്ട്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ GRS എന്ന് പറയുന്ന മോഡലിൻ്റെ കാര്യത്തിൽ ഇത് പക്ക ഓഫ് റോഡ് സ്പെക്കാണ്. അതായത് ഇതിൻ്റെ നമ്മൾ സാധാരണ LC 300 കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് കുറച്ചുകൂടി ഉയർന്ന ബമ്പറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിപ്പാച്ചർ ആംഗിളും അതുപോലെ അപ്രോച്ച് ആംഗിളും ഒക്കെ കൂടുതലുണ്ട് നമ്മൾ LC 300 കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മുൻഭാഗത്ത് നിന്നൊക്കെ നോക്കുമ്പോൾ കുറേ ഹൈറ്റുള്ള വാഹനമായിട്ട് തോന്നും. അത് പക്ഷേ ഈ ഒരു അത്തരത്തിലുള്ള ഇപ്പം ബമ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അല്പം ഉയർത്തിയതിൻ്റെയാണ്, അല്ലാതെ ഹൈറ്റിൻ്റെ കാര്യത്തിൽ മറ്റ് വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ വിസിബിലിറ്റിയുടെ കാര്യത്തിലായാലും ഈ പറഞ്ഞ വളരെ വിശാലമായ വിസിബിൾ ഏരിയയാണ്. മറ്റു കാര്യമുള്ളത്, ഈ ലാൻഡ് ക്രൂയിസർ എന്ന് പറയുന്ന ഈ സംഭവത്തിന് യാതൊരു തരത്തിലുള്ള എതിരാളികളും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും പുതിയ ജനറേഷൻ നിസാൻ പട്രോൾ വന്നത്. നിസാൻ പട്രോൾ വളരെ കാര്യമായ രീതിയിൽ ഈ വാഹനത്തിൻ്റെ ഭീഷണിയായിരുന്നു. അതുവരെ ടൊയോട്ട ഈ ലാൻഡ് ക്രൂയിസർ അങ്ങനെ ഒരു ആധുനികവൽക്കരിക്കുന്ന കാര്യത്തിലൊന്നും ശ്രദ്ധിച്ചിരുന്നതേ ഇല്ല. കാരണം ഇത് വാങ്ങിക്കേണ്ടത് ഇത് വാങ്ങിക്കും എന്ന് കമ്പനിക്ക് അറിയാമായിരുന്നു. പക്ഷേ നിസാൻ പട്രോൾ വന്നു കഴിഞ്ഞപ്പോൾ കുറേ കൂടി ഇൻറ്റീരിയറൊക്കെ കുറേ കൂടി ഒരു ലക്ഷറീസ് ആയി. അതുപോലെ കുറച്ചുകൂടിയൊക്കെ ഫീച്ചേഴ്സൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ടൊയോട്ടയ്ക്ക് അങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ പോലെ സ്ഥിതി. അങ്ങനെയാണ് കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ഈ വാഹനത്തിൽ വന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിസാൻ പട്രോൾ വന്ന സമയത്ത് നമ്മൾ ദുബൈയിൽ UAE ജബൽ അൽ ജൈസ് എന്ന് പറയുന്ന മലയുടെ മുകളിൽ കൊണ്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വീഡിയോ ഒക്കെ അന്ന് ഏഷ്യാനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വാഹനം ടെക്നിക്കലി അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഒക്കെ വളരെ മുന്നിലാണെന്ന് തന്നെയാണ് പറയേണ്ടത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ 360 ഡിഗ്രി ക്യാമറ ഓൺ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഓൺ റോഡിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന വിഷ്വൽ അല്ല ഓഫ് റോഡിലേക്ക് മാറ്റി കഴിയുമ്പോൾ വരുന്നത്. അതായത് ഓഫ് റോഡിൽ പോകുമ്പോൾ സൈഡിലൊക്കെ ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങളൊന്നും എല്ലാം തന്നെ നമുക്ക് കാണാവുന്ന രീതിയിലായിരിക്കും ആ 360 ഡിഗ്രി ക്യാമറയുടെ വ്യൂ. അതൊരു ഗംഭീര സംഭവമാണ്. അപ്പം സാധാരണ റോഡിൽ പോകുമ്പോൾ എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്ന് നമുക്ക് കാണണോ അതിനപ്പുറത്തേക്കുള്ള കാഴ്ച വേണം നമുക്ക് ഓഫ് റോഡിൽ പോകാൻ. അപ്പോൾ അത്തരം വിഷ്വലെല്ലാം അതിൽ വരുന്നു. സൈഡ് ഏറ്റവും മുകളിൽ നിന്നുള്ള ആംഗിളിലുള്ള വിഷ്വൽ വരുന്നു. അതൊക്കെ വളരെ രസകരമായ സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇതിനൊരു പക്ക ഓഫ് റോഡാക്കി മാറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റേ LC 300 കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഓഫ് റോഡ് സ്പെക്ക് എന്ന് പറയുന്നത് അങ്ങേ അറ്റമാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല എന്നുള്ള മട്ടിലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലെ ഡീസൽ മോഡൽ മാത്രമാണ് വന്നിരിക്കുന്നത്. ട്വിൻ ടർബോ V6 ഡീസൽ എഞ്ചിനാണ്. അത് 304 bhp ആണ്, 700 Nm മാക്സിമം ടോർക്ക്. അത് 1600 RPM, വളരെ ലോ RPM ഈ ടോർക്ക്, മാക്സിമം ടോർക്ക് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കൊട്ടും തന്നെ ഒരു ലാഗ് അനുഭവപ്പെടുന്നതില്ല. ഇത്രയും ഹെവി
ഡീസൽ എഞ്ചിനായിട്ട് പോലും ഒരു തരത്തിലുള്ള ലാഗ് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ സുഖം. അതായത് 3300 ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ആ ഒരു ലാഗായിരിക്കും. പക്ഷേ അത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഡ്രൈവ് മോഡുകൾ തന്നെ നമ്മൾ പലത് കണ്ടു കഴിഞ്ഞു. അത് അതിൽ ഇപ്പം ഒന്നും ഇന്ത്യയിൽ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നോർമൽ, കംഫർട്ട്, ഈക്കോ, സ്പോർട്ട് പ്ലസ് അങ്ങനെയുള്ള നോർമൽ അത്തരം പല കാര്യങ്ങൾ. പിന്നെ ട്രാക്ഷൻ ആണെങ്കിലും കൗൾ ഫംഗ്ഷൻ ആണെങ്കിലും അത്തരം പലതരം മോഡുകൾ, ഇതെല്ലാം ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള എബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. സ്റ്റിയറിംഗ് കുറച്ചൊന്ന് ഹെവി ആണെന്ന് തോന്നാം. അത് ഈ ഇത്രയും ഹെവി ഡീസൽ എഞ്ചിൻ, അതുപോലെ തന്നെ എന്നാൽ വളരെ ക്വിക്ക് ആക്സിലറേഷൻ ഇതെല്ലാം ഉള്ളതുകൊണ്ടായിരിക്കും അതോടല്പം ടൈറ്റാണെന്ന് തോന്നിക്കുന്നത്. നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നേ ഉള്ളൂ. എന്തായാലും 10 എയർ ബാഗുകളും പിന്നെ ഈ പറഞ്ഞ 360 ക്യാമറ ഉള്ള കാര്യങ്ങളും ഹിൽ ഹോൾഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച ഓഫ് റോഡർ എന്നുള്ള നിലയ്ക്ക് കൊടുക്കാവുന്ന എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിമോട്ട് AC ഓണാക്കൽ, പിന്നെ ജിയോ ഫെൻസിങ്, പിന്നെ ലൈൻ ഡിപ്പാച്ചർ മോണിറ്ററിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഓട്ടോണമസ് ബ്രേക്കിംഗ്, അത്തരം കാര്യങ്ങളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ ജീവിതത്തിൽ വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും ഈ ഒരു വില എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൂടുതലാണ് എന്ന് ഇന്ത്യയിലുള്ളവർക്ക് തോന്നിയേക്കാം. കാരണം നമ്മളെപ്പോഴും വെളിയിലൊക്കെ സഞ്ചരിക്കുന്നവരാണ്, വെളിയിലൊക്കെ ഉള്ളതിൻ്റെ വില നമുക്കറിയാം. പക്ഷേ ആ കാര്യത്തിൽ ടൊയോട്ട കുറ്റം പറയാൻ പറ്റില്ല. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ട് ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂടുതലായതുകൊണ്ടാണത്. എങ്കിൽ പോലും ഈ വാഹനം കിട്ടാനില്ല എന്നുള്ള നഗ്നസത്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് ഇതിൻ്റെ അത്രയധികം ഡിമാൻഡ് ഉള്ളതുകൊണ്ട് മാത്രമല്ല, ഈ വാഹനം ടൊയോട്ട ഉൽപ്പാദിപ്പിച്ചിട്ട് ഓരോ രാജ്യത്തിനും ഇത്ര യൂണിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യക്ക് അത്രയധികം യൂണിറ്റുകളൊന്നും തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന യൂണിറ്റുകൾ കഴിഞ്ഞാൽ ഇതിൻ്റെ വിൽപ്പന നിർത്തും. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് എന്താണ്, നമുക്ക് ഒരു മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് വ്യത്യസ്തനായിട്ട് നിൽക്കണമെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു മാർഗ്ഗമില്ല. അത്രയും ഗംഭീരമായൊരു വാഹനമാണ് ലാൻഡ് ക്രൂയിസർ. പിന്നെ നിങ്ങൾ ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയോളം കൂടുതൽ കൊടുത്ത് ഈ ഒരു ഓഫ് റോഡ് സ്പെക്കുള്ള വാഹനം തന്നെ വാങ്ങിക്കുക. കാരണം നിങ്ങൾക്ക് പിന്നെ ഒന്നും ഒരു പ്രതിബന്ധമല്ല എന്ന് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നുകൊള്ളും. അപ്പോൾ ഇതൊക്കെയാണ് 2,24 ലക്ഷം രൂപ വിലയുള്ള ലാൻഡ് ക്രൂയിസർ LC300 GRSൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ LC300 എന്ന് പറഞ്ഞാൽ നോർമൽ വാഹനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ 2-3 ചെറിയ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനും അതിൻ്റേതായ ഓഫ് റോഡ് എബിലിറ്റീസ് എല്ലാം തന്നെ ഉണ്ടെങ്കിലും ഇതിന് കുറച്ച് കൂടുതലുണ്ട്. തന്നെയുമല്ല, എനിക്ക് ഇതിൻ്റെ ഗ്രില്ലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു പെട്രോൾ ഹൈബ്രിഡ് വേഷം വന്നപ്പോഴും അവർ ഈ ഗ്രില്ല് തന്നെയാണ് കൊണ്ടുവന്നത്, അല്ലാതെ LC300ൻ്റെ മറ്റു വലിയ ഗ്രില്ലല്ല. അതിൻ്റെ അർത്ഥം ഇതായിരിക്കും ടൊയോട്ടയുടെ ഭാവിയിലെ ഗ്രില്ല് എന്നാണ്. അതാണ് ആ സൂചന തന്നിരിക്കുന്നത്. എന്തായാലും ഈ വാഹനം ഒരു അനുഭവമാണ്. നമ്മൾ ചില വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇതെന്താ സാധാരണ ഒരു വാഹനം പോലെ തന്നെ, അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന വണ്ടി പോലെ തന്നെ എന്നൊക്കെ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം വളരെ വളരെ വ്യത്യസ്തനാണ്. ഇത് ഓടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലിങ്ങനെ ഇത് ഇട്ടിട്ട് പോരണ്ടായിരുന്നു എന്ന് തോന്നുന്നൊരു അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മസ്താങ് പോലെയുള്ള പല വാഹനങ്ങളും ഉണ്ടായിട്ടും നമ്മളിപ്പോൾ അധികവും ഈ വാഹനത്തിലൂടെ ഉമേഷിനെ കാണുന്നത് ഈ വാഹനത്തിലാണ്. അത്രയധികം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഈ വാഹനം. എന്തായാലും എല്ലാവർക്കും വാങ്ങിക്കുക എളുപ്പമല്ല. കാരണം ഓൺ റോഡ് വരുമ്പോൾ ഏതാണ്ട് 3 കോടി രൂപയ്ക്കടുത്ത് വില വരും ഈ വാഹനത്തിന്. അങ്ങനെ അത് നോക്കുമ്പോൾ ഗൾഫിലൊക്കെയുള്ള മലയാളികൾ പറയും, എൻ്റെ അമ്മോ ഇത്രയും വില കൊടുത്താണോ ഇത് ഇന്ത്യയിലെ ആൾക്കാർ വാങ്ങിക്കുന്നത്? കാരണം ഗൾഫിൽ ഈ വിലയൊന്നും ഇല്ലല്ലോ. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ അതുപോലെ ആയതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയധികം ടാക്സ് വന്നത്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ GST വന്നപ്പോൾ 16 ലക്ഷം രൂപ കുറഞ്ഞു, എന്നിട്ടാണ് ഈ വില എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ 16 ലക്ഷം രൂപ കുറഞ്ഞപ്പോൾ പുതിയ ലാൻഡ് ക്രൂയിസറിന് 21 ലക്ഷം രൂപ കൂടുകയും ചെയ്തു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പഴയതിനേക്കാൾ 5 ലക്ഷം രൂപ വില കൂടിയാണ് നിൽക്കുന്നത്. 16 ലക്ഷം രൂപ GST കുറഞ്ഞൊന്നും ഈ വാഹനത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഉമേഷിനും അദ്ദേഹത്തിൻ്റെ അനിയൻ അനീഷിനും കൂടാതെ കൈരളി ടൊയോട്ടയുടെ കേരളത്തിലെ തലവനായ എൻ്റെ അടുത്ത സുഹൃത്ത് ജോണിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി. ബൈ.